ഇസ്ലാമിലെ ഏകദൈവത്വം. നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാണ് എന്നതാകുന്നു. അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അവനാർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി അവൻ ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി ആരും ഇല്ലതാനും. ഇസ്ലാമിലെ ഏകത്വത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലെ ഏകദൈവത്വം. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഏകത്വത്തെക്കുറിച്ചുള്ള അധ്യാപനമാണ് ഇസ്ലാമിന്റെ സാരാംശം. ഇസ്ലാമിലെ മറ്റെല്ലാ വിധിവിലക്കുകളും വിശ്വാസങ്ങളും ഈ അടിത്തറയിൽ നിർമ്മിതമാണ്. ഇതിന്റെ അഭാവത്തിൽ മതം ശൂന്യമാണ്. ദൈവനാമം നിസ്തുലം. ഏക സത്യദൈവത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സർവനാമമാണ് അല്ലാഹു. ഇതര ഭാഷാ പ്രയോഗങ്ങളെപ്പോലെ ദൈവങ്ങൾ, ദേവത എന്നിങ്ങനെ ബഹുവചന സ്ത്രീലിംഗ ഭേദം നൽകാനാകാത്ത സഞ്ജനാനാമമാണ് ഇത്. അല്ലാഹു എന്ന അതുല്യ ദൈവനാമം തന്നെ ഇസ്ലാമിക ഏകദൈവ വിശ്വാസത്തിന്റെ ദൃഢത വ്യക്തമാവാൻ പര്യാപ്തമാണ്. അല്ലാഹു. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 163-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാകുന്നു. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവൻ പരമകാരുണികനും കരുണാനിധിയുമത്രേ. ഇസ്ലാമിക ഏകദൈവ വിശ്വാസത്തിന്റെ സമഗ്ര അധ്യാപനം മനസ്സിലാക്കാൻ സഹായകമായ ഏതാനും ദൈവിക ഗുണവിശേഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. അല്ലാഹുവിന് പങ്കാളികളില്ല. അവന് സമന്മാരില്ല. അവന് എതിരാളികളില്ല. അല്ലാഹുവിന് മാതാവോ പിതാവോ സന്താനങ്ങളോ പത്നിമാരോ ഇല്ല. അല്ലാഹുവെ ആരാധിക്കേണ്ടത് ഇടയാളന്മാരില്ലാതെ നേരിട്ടാകുന്നു. അല്ലാഹുവിന് ആരുടെയെങ്കിലും ആരാധന ഒരു അവശ്യമായ കാര്യമല്ല. അല്ലാഹു ആരോടും ഉത്തരം ബോധിപ്പിക്കേണ്ടവനല്ല. അല്ലാഹു യാതൊന്നിനെയും ആശ്രയിക്കാത്തവനും ഏതിനും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു. അല്ലാഹു സൃഷ്ടികളഖിലം നടത്തിയത് പരാശ്രയത്വമില്ലാതെയാണ്. അല്ലാഹുവേക്കാൾ ഉന്നതമായതോ അവന് സദൃശ്യമായതോ ആയി യാതൊന്നുമില്ല. അല്ലാഹുവിന്റെ അധീശാധികാരത്തിൽ കീഴല്ലാതെ യാതൊന്നും നിലനിൽക്കുന്നില്ല. അല്ലാഹു നൽകുന്നത് തടയാനാകുന്ന, അവൻ തടയുന്നത് നൽകാനാകുന്ന ആരുമില്ല. അല്ലാഹു മാത്രമാണ് ഗുണദോഷങ്ങളുടെ വിധികർത്താവ്. അല്ലാഹു സമന്മാരില്ലാത്തവൻ. വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം 39-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, വ്യത്യസ്ത രക്ഷാധികാരികളാണോ ഉത്തമം? അതല്ല, ഏകനും സർവാധികാരിയുമായ അല്ലാഹുവാണോ? നിസ്തുലനും സർവാധിപതിയും സർവശക്തനും സത്യസമ്പൂർണനുമായി നിലകൊള്ളുന്നവനാണ് ദൈവം എന്നതു മാത്രമാണ് തീർത്തും യുക്തിസഹമായ ദൈവവിശ്വാസമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഉദാഹരണമായി, തുല്യശക്തികളായ രണ്ട് സൃഷ്ടാക്കൾ നിലനിൽക്കുക എന്ന സങ്കല്പം നൈമിഷിക ചിന്തയിൽ പോലും യുക്തിഭദ്രത നൽകുന്നില്ല. ഒന്നിലധികം ദൈവങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ചിന്താക്കുഴപ്പങ്ങളും ക്രമരാഹിത്യങ്ങളും സന്ദിഗ്ധതയും പ്രപഞ്ചനാശവുമെല്ലാം ആയിരിക്കും ഫലം എന്നതിൽ സംശയമില്ല. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം 91-ാം വചനത്തിൽ അല്ലാഹു ഓർമ്മിപ്പിച്ചല്ലോ, അല്ലാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. അവനോടൊപ്പം യാതൊരു ദൈവവുമുണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതുമായി പോയിക്കളയുകയും അവരിൽ ചിലരെ അടിച്ചമർത്തുകയും ചെയ്യുമായിരുന്നു. അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്ര പരിശുദ്ധൻ.
ആരാധനക്കർഹൻ അല്ലാഹു മാത്രം. ആരാധനക്കർഹൻ അല്ലാഹു മാത്രം. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 36-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു: നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കുചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക. പ്രാർത്ഥനകളും മറ്റ് ആരാധനാ കർമ്മങ്ങളും ദൈവത്തിന് മാത്രമേ സമർപ്പിക്കാവൂ എന്ന തിരിച്ചറിവാണ് ഇസ്ലാമിക ഭൂമികയിൽ ഏകദൈവ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തോടല്ലാതെ പ്രാർത്ഥിക്കുകയോ വിളിച്ചു തേടുകയോ അവന്റെ നാമത്തിലല്ലാതെ പ്രതിജ്ഞ ചെയ്യുകയോ അരുത്. പ്രതിമകൾ, കുരിശ്, ശവകുടീരങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ക്ഷേത്രങ്ങൾ, മൃഗങ്ങൾ, പ്രവാചകന്മാർ, പുണ്യവാളന്മാർ, പുരോഹിതന്മാർ, പണ്ഡിതർ മുതലായതൊന്നും ആരാധനക്ക് അർഹമല്ല. ഒട്ടേറെ പരിമിതികളുള്ള അപൂർണതയിൽ കഴിയുന്ന സൃഷ്ടികളാണിവയെല്ലാം എന്നതുകൊണ്ട് തന്നെ പൂർണതയിൽ വസിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് ഇസ്ലാമിക നിലപാട്. എല്ലാ കൽപ്പിത ദൈവങ്ങളുടെയും നിരർത്ഥകത ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 194-ാം വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു: തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാണ്. എന്നാൽ അവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. വിശുദ്ധ ഖുർആൻ 37-ാം അധ്യായം 95-96 വചനങ്ങളിൽ അല്ലാഹു വീണ്ടും അരുളുന്നു: നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കുന്നവയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അല്ലാഹു ആണല്ലോ നിങ്ങളെയും നിങ്ങൾ നിർമ്മിക്കുന്നവയെയും സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ അമൂർത്ത വിശേഷണങ്ങളിൽ സൃഷ്ടികൾക്ക് പങ്കില്ല. അവന് തുല്യനായി ആരും ഇല്ലതാനും. വിശുദ്ധ ഖുർആൻ 112-ാം അധ്യായം 4-ാം വചനം. വിശുദ്ധ ഖുർആൻ 112-ാം അധ്യായം 4-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു: അവന് തുല്യനായി ആരും ഇല്ലതാനും. ദൈവികാസ്തിത്വത്തിന്റെ യാതൊരംശവും ആരിലും ഒന്നിലും കുടികൊള്ളുന്നില്ല. അവന്റെ ജ്ഞാനം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുവെങ്കിലും ദൈവികാസ്തിത്വത്തിന്റെ യാതൊരംശവും ആരിലും ഒന്നിലും കുടികൊള്ളുന്നില്ല. അവന്റെ ജ്ഞാനം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എങ്കിലും എന്നതാണ് ഇസ്ലാമിക പാഠം. ഏതെങ്കിലും സൃഷ്ടിയിൽ ദൈവിക സത്തയുടെ നാമഗുണവിശേഷണങ്ങൾ ആരോപിക്കുന്നതിനെ ഇസ്ലാം പാടെ നിഷേധിക്കുന്നു. സൃഷ്ടാവിന് മാത്രം അനുയോജ്യമായ നാമഗുണവിശേഷണങ്ങളോ ശക്തിമാഹാത്മ്യമോ ഒരു സൃഷ്ടിയിൽ സങ്കൽപ്പിക്കുമ്പോൾ ഇസ്ലാമിക ദൃഷ്ടിയിൽ സൃഷ്ടാവിൽ പങ്കുചേർക്കുക എന്ന പ്രവർത്തനമാണത്. ഉദാഹരണമായി, ശകുനലക്ഷണങ്ങൾ, ഏലസുകൾ എന്നിവക്കും ചില വസ്തുക്കൾ, അക്കങ്ങൾ തുടങ്ങിയ മൂഢവിശ്വാസങ്ങൾക്കുമെല്ലാം ഗുണമോ ദോഷമോ വരുത്തുവാനുള്ള കഴിവുണ്ടെന്നുള്ള വിശ്വാസം അല്ലാഹുവിൽ പങ്കുചേർക്കലാകുന്നു. കാരണം സർവശക്തനായി അവൻ മാത്രമാണുള്ളത്. അവൻ മാത്രമാണ് ഗുണദോഷങ്ങളുടെ വിധികർത്താവ്. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം 106-ാം വചനത്തിൽ അല്ലാഹു അരുളുന്നു: അല്ലാഹുവിന് പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും നിനക്ക് ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. നീ അപ്രകാരം ചെയ്യുന്ന പക്ഷം തീർച്ചയായും നീ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം 59-ാം വചനത്തിലൂടെ അല്ലാഹു വീണ്ടും ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു: അവന്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിന്റെ ഖജനാവുകൾ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ,
വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല. ഭാവി പ്രവചനങ്ങളും ജ്യോതിഷവും മറ്റു ഉദാഹരണങ്ങളാണ്. തനിക്ക് ഭാവി അറിയാമെന്ന് പറയുന്ന വ്യക്തി സ്വന്തത്തെ ദൈവിക ഗുണവിശേഷണത്തിൽ പങ്കുചേർക്കുന്നു. കാരണം മറഞ്ഞ കാര്യങ്ങളും ഭാവിയുമെല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു സൃഷ്ടികളിൽ നിന്ന് വിഭിന്നൻ. ദൈവിക ഗുണവിശേഷണങ്ങളെ സൃഷ്ടികളിൽ ആരോപിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മനുഷ്യ സഹജമായ ഗുണങ്ങൾ ദൈവത്തിൽ ആരോപിക്കുന്നതിനെയും അംഗീകരിക്കുന്നില്ല. ദൈവം എല്ലാം സൃഷ്ടിച്ച് 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് ചില മതങ്ങൾ പറയുന്നത് ഉദാഹരണമാണ്. അല്ലാഹുവിന് വിശ്രമം ആവശ്യമില്ലാത്തതിനാൽ തന്നെ ഇത്തരം ജൽപ്പനങ്ങളിലൂടെ ദൈവത്തിന്റെ അപൂർണത ആരോപിക്കുകയാണ് അവർ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം 38-ാം വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നു, ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു, യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടുമില്ല. സൃഷ്ടികളുടെ അപൂർണതയും അല്ലാഹുവിന്റെ അമൂർത്തതയും ഇസ്ലാം കൃത്യമായി വിവേചിക്കുന്നു. സൃഷ്ടികളിൽ കാണപ്പെടുന്ന അപര്യാപ്തതകളിൽ നിന്നും എത്രയോ ഉന്നതനാണ് അല്ലാഹു. എന്നിരിക്കെ ദൈവം സ്വയം ഒരു മനുഷ്യരൂപം സ്വീകരിച്ചു എന്നും ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി കഴിഞ്ഞു എന്നും ചില മതങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ സൂക്ഷ്മജ്ഞാനിയും സർവശക്തനും അനശ്വരനുമാണ് ദൈവം എന്നുള്ള നിസ്തുലമായ ദൈവിക ഗുണങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും മനുഷ്യൻ അപൂർണമായ ഗുണഗണങ്ങളോട് കൂടിയവനും പരിമിതികളുള്ളവനും നശ്വരനുമാണ്. കൃത്യവും യുക്തിഭദ്രവുമായ ദൈവിക വിശ്വാസത്തോടെ കഴിയുന്ന മുസ്ലിങ്ങൾ ദൈവം മനുഷ്യന്റെയോ ഇതര സൃഷ്ടികളുടെയോ രൂപം സ്വീകരിച്ചു എന്ന അബദ്ധവിശ്വാസത്തിൽ പെട്ടുഴലുന്നതിൽ നിന്ന് മുക്തരാണ്. അല്ലാഹുവോടുള്ള ആരാധന ഇടയാളരില്ലാതെ അല്ലാഹുവോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും സഹായത്തിനും പാപമോചനത്തിനും യാചിക്കുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്ന യാതൊന്നുമില്ല. തന്നെ വാഴ്ത്തുന്ന, തന്നോട് ചോദിക്കുന്ന ഏവരെയും കേൾക്കുന്നവനാണ് അല്ലാഹു. ഇസ്ലാമിൽ മധ്യവർത്തികളേതുമില്ല. ദൈവവുമായി ഇടയാളനില്ലാതെ നേരിട്ട് ബന്ധം പുലർത്തുന്നതിന് ഒരാൾക്ക് യാതൊരു തടസ്സങ്ങളും ഇസ്ലാമിലില്ല. വിശുദ്ധ ഖുർആൻ വീണ്ടും വ്യക്തമാക്കുന്നു 30-ാം അധ്യായം 3-ാം വചനത്തിലൂടെ, അറിയുക, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ പറയുന്നു, അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കിത്തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. അവർ ഏതു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ അല്ലാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. നുണയനും നന്ദികെട്ടവനുമായിട്ടുള്ളവനാരോ അവനെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. തീർച്ച, ഉദാഹരണമായി ചില മതങ്ങളുടെ വർത്തമാനം പോലെ. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 36-ാം വചനത്തിൽ വീണ്ടും അല്ലാഹു ഉണർത്തുന്നു, തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണം എന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് അവരിൽ ചിലരെ അല്ലാഹു നേർവഴിയിലാക്കി, അവരിൽ ചിലരുടെ മേൽ വഴികേട് സ്ഥിരപ്പെടുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ ഭൂമിയിലൂടെ നടന്നിട്ട് നിഷേധിച്ചു തള്ളിക്കളഞ്ഞവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് നോക്കുക. മനുഷ്യ സമൂഹങ്ങളിലേക്കെല്ലാം തന്നെ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അവരെല്ലാം ഏകദൈവത്വം എന്ന സന്ദേശവുമായി കടന്നു വന്നവരാണ്. ചില ഉദാഹരണങ്ങൾ കാണുക. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു,
നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുവിൻ. അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ദൈവവുമില്ല. തീർച്ചയായും ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അബ്രഹാം അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരെയാണോ ഞാൻ നിങ്ങൾക്ക് ദൈവമായി അന്വേഷിക്കേണ്ടത്? അവനാകട്ടെ നിങ്ങളെ ലോകരിൽ വച്ച് ഉത്കൃഷ്ടരാക്കിയിരിക്കുകയാണ്. യേശു അലൈഹിസ്സലാം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു തന്നെയാകുന്നു എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. ഇതാകുന്നു നേരായ പാത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. ഏത് തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. നിന്റെ പ്രാർത്ഥന നീ ഉച്ചത്തിലാക്കരുത്, അത് പതുക്കെയുമാക്കരുത്. അതിനിടയിലുള്ള ഒരു മാർഗം നീ തേടിക്കൊള്ളുക. സർവശക്തനും അതുല്യനും ആയ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ആധാരശില. നാം കണ്ടതുപോലെ അല്ലാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുന്നതിലേക്ക് വഴിവെക്കുന്ന എല്ലാ വാദഗതികളെയും ഇസ്ലാം തിരസ്കരിക്കുന്നു. ദൈവമേകനാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്.